അതെങ്ങനെടാ എന്റെ സ്ഥാപനത്തിന് കടണ്ടാണ്, അവിടെ വേറെ ഇങ്ങനെയൊക്കെ വലിയ വരുമാനമല്ലേ? അതല്ല, അപ്പൊ അതൊക്കെ ഈ ഷജറകളെ കുഴപ്പമാണ്. ആരുടെ ഷജറ വെച്ചു? ഞാനടെ ഷജറ. ഇങ്ങോട്ട് പോരാൻ ആ പിറ്റേന്ന് തന്നെ ആ കുട്ടിനെയും കൂട്ടി പോയിട്ട് പേര് വെട്ടിക്കൊണ്ടുവന്ന് ഞാൻ എന്റെ മോനവിടെ ചേർത്തു. ഇപ്പൊ ഷജറ പഠിപ്പിച്ചു, മോനിപ്പോ ശരിക്കും ചിരിക്കുന്നുണ്ടാവും ഇരുന്നിട്ട്. ഇപ്പൊ കാര്യം മനസ്സിലായി. ഇങ്ങനെ ഈ കുരുന്ന് മക്കൾക്ക് സമസ്തയുടെ പ്രവർത്തകന്മാരല്ല ഷജറ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്. എന്താണ് ഈ ഷജറ എന്ന് അധിക്ഷേപിക്കുന്നതിന് പിന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഈ പറയുന്ന ആളുകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ എടുത്ത തീരുമാനങ്ങൾ 100% അംഗീകരിക്കപ്പെടണമെന്ന് പറയുന്നതല്ലേ തെറ്റ്? അതല്ലേ ചെയ്ത് ഈ പറയുന്ന വിഭാഗം. സമസ്തയെ ചോദ്യം ചെയ്യാൻ പാടില്ല, സമസ്തയുടെ 40 ആലിമ്യങ്ങൾ തീരുമാനം എടുത്താൽ നമ്മളത് അംഗീകരിക്കണം എന്ന് പറയുമ്പോ മറുവിഭാഗം പറയും 40 ആലിമ്യങ്ങൾ തീരുമാനം എടുത്താലും അത് ഇജ്മാ ഒന്നും അല്ലാതെ അംഗീകരിക്കാൻ നമുക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞു പറയും. ഇതല്ലേ വ്യത്യാസം? അല്ലാതെ എന്ത് രാഷ്ട്രീയ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്? എന്ത് വിരോധങ്ങളുള്ളത്? ആരോടാ വിരോധമുള്ളത്? ഇല്ലാത്ത കാര്യങ്ങൾ ഒരു നുണ 100 തവണ പറഞ്ഞാൽ സത്യമാകുമെന്നാണ് ഗീബൽസിയൻ സിദ്ധാന്തം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടികളുടെ മറപിടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് ചെറിയ കാര്യമായി നമ്മൾ കാണേണ്ടതില്ല, വളരെ ഗൗരവതരമായ കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് മത്സരിച്ച് വിജയിച്ചാൽ പിന്നെ ആ വാർഡ് ജമാഅത്തെ ഇസ്ലാമാക്കാർക്കും എന്നും പിന്നെ അവർക്ക് UDFന്റെ പിന്തുണയും വേണ്ടില്ല, LDFന്റെ പിന്തുണയും വേണ്ടില്ല. ആ നിരക്കുള്ള വർക്ക് അവർ നടത്തും. കാരണം ആ തരത്തിലാണ് അനുഭവമുള്ളത്. ജമാഅത്തെ ഇസ്ലാമിന്റെ ആശയം പ്രതിഫലിപ്പിക്കാൻ കുറെ കാലം LDFന്റെ കൂടെ നടന്നു, ഇപ്പൊ UDFന്റെ കൂടെ നടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മുന്നണിയായിരുന്നാലും ശരി, അപകടകരമായ ഈ ആശയം ഇക്കാലം അത്രയും അവർക്ക് സമൂഹത്തിൽ സന്നിവേശിപ്പിക്കാൻ, സമൂഹത്തിൽ ചെലുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും കുടില തന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഭാഗമാണ് ഇതേ ആശയമുള്ള ഖവാരിജ് പ്രസ്ഥാനത്തിന്റെ ആശയമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ ആശയമുള്ള മറ്റു ലോകത്ത് അറിയപ്പെട്ട ഒരു സംഘമാണ്, ബിദഈ സംഘമാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡ്. 1928 ഈജിപ്ത് കേന്ദ്രീകരിച്ച് ഹസനുൽ ബന്ന എന്ന് പറഞ്ഞ പണ്ഡിതനെ സ്ഥാപിച്ചത്. അറബ് രാജ്യങ്ങളൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിന്റെ അതേ ആശയം വളരെ കൃത്യമായി ഖവാരിജ് പ്രസ്ഥാനത്തിന്റെ അതേ ആശയം ഇസ്ലാമിക ഭരണകൂടത്തെ മാത്രമേ മാനിക്കാവൂ, അതല്ലാത്ത ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ബിദഈ പ്രസ്ഥാനം ലോകത്ത് ഇന്നും വ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇഖ്വാനുൽ മുസ്ലിമിന്റെയും പ്രത്യേകത ഒരു നാണയത്തിന്റെ 2 പുറങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം സെയിമാണ്. ആശയമൊന്നും കട്ടി ഒരു തീവ്രതല്ല. ഹനഫി ആശയം അങ്ങനെ സ്വീകരിക്കാം, ഷാഫി ആണെങ്കിൽ അത് സ്വീകരിക്കാം, ഹംബലി ആണെങ്കിൽ സ്വീകരിക്കാം, മാലിക്കാണെങ്കിൽ സ്വീകരിക്കാം. ഇതൊന്നുമല്ല ഖുർആനും ഹദീസിനും കൂടുതൽ യോജിക്കുന്നത്, വേറെ അഭിപ്രായം അത് സ്വീകരിക്കാം. ഒരു അയഞ്ഞ സമീപനം. ജമാഅത്തെ ഇസ്ലാമി എന്താണോ പഠിപ്പിക്കുന്ന ആശയം, മസലപരമായ കാര്യങ്ങൾ സെയിം ആശയം, വിശ്വാസപരമായ കാര്യങ്ങൾ സെയിം ആശയമാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന സംഘത്തിലുള്ളത്. നമുക്ക് പഠിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ആ ഇഖ്വാനുൽ മുസ്ലിമീന്റെ സ്വാധീനം, ഇതിന്റെ ഒക്കെ പിന്നിൽ ന്യായമായി നമുക്ക് സംശയിക്കാം. ഇന്നല്ലെങ്കിൽ ചരിത്രത്തിൽ പിന്നീട് അറിയും പ്രവർത്തിച്ചിരുന്നത്, ചരട് വലിച്ചിരുന്നത് മുസ്ലിം സമൂഹത്തെ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ, മതപരമായ ചിട്ടകളുടെ കാര്യത്തിൽ, മതപരമായ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ, മതപരമായ ആചാരങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന കണിശമായ സ്വഭാവം സ്വീകരിക്കുന്ന ഈ സമസ്ത കേരള ജംഇയ്യത്തുകളുടെ നിലപാട് അവർക്ക് വിഘാതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അവസാനിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ കേരളത്തിൽ നിന്ന് ഇഖ്വാൻ മുസ്ലിം എന്ന സംഘടനയില്ല, മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയില്ല. പക്ഷെ ആ ആശയം ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രത്യക്ഷത്തിന് സമസ്തയുമായോ സമസ്ത സ്ഥാപനങ്ങളുമായോ ബന്ധമില്ല. പക്ഷെ ആശയം വളർന്നു വരുന്ന നമ്മുടെ സമന്വയ സ്ഥാപനങ്ങളിൽ ചിലതിലെ വിദ്യാർത്ഥികളിലും ചിലതിന് പുറത്തു വന്ന ബിരുദധാരികളുടെയും കടത്തിവിട്ട് സമസ്ത കേരള ജംഇയ്യത്തുകളുടെ അസ്തിത്വത്തെ ദുർബലപ്പെടുത്താനും തകർക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചരടുവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല. നമ്മുടെ ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വനിതാ നേതാവ് അവിടുത്തെ വനിതാ കോളേജിൽ ആ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല, ഇത് പുറത്തറിഞ്ഞത് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന്റെ
ഫോൺ നമ്പർ ചാറ്റ് ചെയ്യാൻ വേണ്ടി പെൺകുട്ടികൾ കൊടുത്തു. അവർ ചാറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായി ബന്ധപ്പെടുന്ന വിവരം വീട്ടുകാരറിഞ്ഞപ്പോഴാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതും. ഇതെങ്ങനെ സാധിച്ചു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ശക്തി പകരാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട, മതത്തോടൊപ്പം ഭൗതികവും പഠിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിലെ കറകളഞ്ഞ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന, എന്റെ കുട്ടി യഥാർത്ഥ സുന്നിയാകണം, കല്യാണം കഴിച്ചു പോകുമ്പോഴേക്ക് നന്നായി മതപരമായി പഠിക്കണം, ഒപ്പം ഭൗതികമായും ഡിഗ്രി നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചേർക്കുന്ന കുട്ടികളെ ഒരു നിലക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ അധ്യാപകർ പാഠശാലകൾ എങ്ങനെ എത്തിക്കുന്നു? ഇതിന്റെ പിന്നുകൾ ചരടുവലികൾ നടക്കുന്നില്ലേ? അവരാരൊക്കെയാണ് കയ്യിലെടുത്തിട്ടുള്ളത്? ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. അങ്ങനെ ചേർത്തി വായിക്കുമ്പോൾ ധാരാളം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടനാ രംഗത്തെ പ്രശ്നങ്ങൾ നമ്മളൊക്കെ വിചാരിക്കും ലോകത്ത് മീഡിയ മൊത്തം പ്രചരിപ്പിക്കുന്നത് ലീഗ് വിരുദ്ധാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധാണ്, അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായി അവതരിപ്പിക്കുകയാണ്. സത്യത്തിൽ രാഷ്ട്രീയ പ്രശ്നവുമായി ഇതിന് യാതൊരു ബന്ധവുമല്ല. ആരാണ് ഇപ്പൊ മുസ്ലിം ലീഗിനോട് എതിരുള്ളത്? ആരാണ് പാണക്കാട് തങ്ങന്മാർക്ക് എതിരുള്ളത്? പാണക്കാട് തങ്ങന്മാരെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന ആൾ. എനിക്കറിയാം. മുസ്ലിം മഹാഭൂരിപക്ഷവും, മലബാറിലെ മുസ്ലിം മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നവരാണ്. ഈ ഇരിക്കുന്ന ഒരാളെ പോലും ഓരോരുത്തരെയും നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അവരൊക്കെ മുസ്ലിം ലീഗുകാരായിരിക്കും. ഒരു കുഴപ്പമുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം എന്താണ്? യഥാർത്ഥം അതൊന്നുമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കീഴിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ പഴയ കാലത്ത് ഭൗതിക വിഷയങ്ങളില്ല, മതപരമായ കിതാബുകളും വിഷയങ്ങളും മാത്രമാണുള്ളത്. പക്ഷെ മഹാനായ മർഹൂം എം ബഷീർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന് ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, സുന്നി രംഗത്തെ ഒരു പ്രതിഭാശാലി അല്ലെങ്കിൽ ജീനിയസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മഹാതന്ത്രജ്ഞനായിരുന്നു, യോഗ്യനായിരുന്നു എം ബഷീർ മുസ്ലിയാർ അവർ. അത്തരം മഹാത്മാക്കളൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചുകൂടെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകൾ ശരിക്കു പറഞ്ഞാൽ ഹുദവി സ്ഥാപനങ്ങളുടെ തുടക്കം ഞാനതിന് ദൃക്സാക്ഷിയാണ്. മലപ്പുറം ജില്ലയിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ 10 മാതൃകാ ദർസുകൾ സ്ഥാപിച്ചു. മാതൃകാ ദർസാണ് നമ്മുടെ അടിസ്ഥാനം. എനിക്ക് കൃത്യമായി അറിയാൻ കാരണം, ഞാൻ 1976 SSLC കഴിഞ്ഞ് ഞാൻ കൊണ്ടോട്ടിയിൽ പഠിക്കുന്ന സമയത്ത്, ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ദർസിൽ പഠിച്ചിരുന്നത് കൊണ്ടോട്ടി കാളിയാരകം പള്ളിയിലായിരുന്നു. അപ്പൊ ഈ മാതൃകാ ദർസോടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഞാൻ സാധാ ദർസിലാണ് പഠിക്കുന്നത്. മാതൃകാ ദർസിൽ 10 കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബഷീർ മുസ്ലിയാർ ഇടക്കട വരും, ഇരിക്കും. നമ്മളൊക്കെ വർത്തമാനം പറയുമ്പോൾ ശൈലി അങ്ങനെ ആയിരുന്നു. ഒരു വലിയ വക്കാറിൽ നടക്കുന്ന ആളായിരുന്നില്ല. നമ്മളൊക്കെ തമാശയും വർത്തമാനമൊക്കെ പറയും. അപ്പൊ ഈ കുട്ടികളെ ഇങ്ങനത്തെ 10 ദർസുകൾ സ്ഥാപിച്ചിട്ട് മഹാനാൾ പ്രസംഗിക്കുമായിരുന്നു. നമുക്ക് തലപ്പാവണിഞ്ഞ എഞ്ചിനീയർമാർ വേണം, തലപ്പാവണിഞ്ഞ ഡോക്ടർമാർ വേണം, തലപ്പാവണിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ വേണം. സാക്ഷാൽ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ച വിശ്വാസവും ആദർശ സ്ഥിരതയുമുള്ള, എന്നാൽ സുന്നി വേഷമണിഞ്ഞ മഹാപണ്ഡിതന്മാർ നമുക്ക് വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അറബിയോടൊപ്പം കിതാബിനോടൊപ്പം ഇംഗ്ലീഷും ഉറുദുവും അഡീഷണൽ പഠിപ്പിച്ചുകൊണ്ട് ഈ പുതിയ സംവിധാനത്തെ തുടക്കം കുറിച്ചത്. പിന്നീട് ദാർഹുദയെ പരിവർത്തിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അവർക്കൊരു നല്ല ലക്ഷ്യമായിരുന്നു. ഡോക്ടർ ബാപ്പുട്ടി ഹാജി സാഹിബിന്, മഹാനായ CH ഹൈദോസ് മുസ്ലിയാർ അവർക്ക് വളരെ നല്ല ലക്ഷ്യത്തോട് സ്ഥാപിക്കപ്പെട്ടതാണ്. വളാഞ്ചേരി മർക്കസ്, അവിടെ വാഫി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമ്പോൾ മഹാന മർഹൂം KK അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അള്ളാഹു മഹാനോടെ ഞങ്ങളുടെ ഉസ്താദാണ്, ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, എന്തൊരു കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ സ്ഥലമൊക്കെ വാങ്ങിയതും സ്ഥാപിച്ചതും കോളേജ് ഉണ്ടാക്കിയതും. അവിടൊക്കെ ഈ പരിഷ്കരണം, സിലബസിൽ പുതിയ പരിഷ്കരണം കൊണ്ടുവന്നു. കുട്ടികൾ കൂടുതൽ മതരംഗത്ത് അറിവിനോട് ഭൗതികമായ അറിവ് കിട്ടട്ടെ, എന്നാൽ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിരിക്കുമെന്ന നിയ്യത്തോടുകൂടി വളരെ നല്ല ചിന്താഗതി, ഫലപ്രദമായ മാർഗവുമാണ്. പക്ഷെ ഇത്തരം സ്ഥാപനങ്ങളിലെ ചിലരെങ്കിലും കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ പ്രതിയോഗികൾ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ രംഗത്ത് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഷയത്തിൽ ഇടപെട്ടത്. സ്വാഭാവികവും സമസ്തയുടെ സ്ഥാപനങ്ങൾ സമസ്തയുടെ ആദർശമനുസരിച്ച്, സമസ്തയുടെ തീരുമാനമനുസരിച്ച്, സമസ്തയുടെ നയ നിലപാടുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകണം സമസ്ത ആഗ്രഹിക്കുമല്ലോ. സ്വാഭാവികല്ലേ? ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ, എല്ലാ സ്ഥാപനവും സമസ്തയുടെ തടവിൽ സ്ഥാപിക്കപ്പെട്ടതാണ്, സമസ്തയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. വ്യത്യസ്ത മാനേജിംഗ് കമ്മിറ്റികൾ ഉണ്ടാകാം.
പക്ഷെ സമസ്തയുടെ ആശയ സ്രോതസ് സ്വീകരിച്ചുകൊണ്ട് സമസ്തയുടെ ആളുകൾ സംഭാവന സ്വീകരിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനങ്ങൾ പുറത്തു വരേണ്ട സമസ്തയുടെ പ്രൊഡക്റ്റുകളാകണം. ഒറിജിനൽ സുന്നി ആദർശബോധമുള്ള ആളുകളായിരിക്കണം. സുന്നത്യമായത്തിന്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കണം. സുന്നത്യമായത്തെ കേരളത്തിൽ സംരക്ഷിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തിനോട് പ്രതിബദ്ധതയുള്ള ആളുകളായിരിക്കണം, മക്കളായിരിക്കണം. അതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്റെ മക്കളെ ഞാൻ അങ്ങനത്തെ സ്ഥാപനത്തിലാണ് പഠിപ്പിച്ചത് എന്ന് മാത്രമല്ല, ഞാൻ SKSSFന്റെ 5-6 കൊല്ലത്തെ തുടക്കത്തിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് വാഫി പ്രസ്ഥാനത്ത് തുടക്കം കുറിക്കുന്നത്. മതഭൗതിക സമന്വയം SSLC കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഇസ്ലാമിക പഠനം ആഴത്തിൽ പഠിക്കാം, ഒപ്പം ഭൗതികമായ വിഷയങ്ങൾ പഠിക്കാനുള്ള ആകർഷകമായ സംവിധാനം. അന്ന് SKSSFന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേർന്ന് അതിൽ പ്രത്യേകമായി മർക്കസിനെ അഭിനന്ദിക്കുകയും അന്നത്തെ മർക്കസിന്റെ ജനറൽ സെക്രട്ടറി KT കുഞ്ഞുട്ടി ഹാജിയായിരുന്നു. അദ്ദേഹത്തിന് അഭിനന്ദിച്ചുകൊണ്ട് കത്തയക്കുകയും ചെയ്തൊക്കെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ അവിടെ പഠിപ്പിക്കുന്നത് അവര് വഴിതെറ്റിപ്പോകാനല്ല. സമസ്തയെ ബഹുമാനിക്കാത്ത, സമസ്തയുടെ പണ്ഡിതന്മാരെ മാനിക്കാത്ത, സുന്നത്ത് ജമാഅത്തുള്ള ആത്മാർത്ഥമായ പ്രതിബദ്ധതയില്ലാത്ത ഒരു കുട്ടിയാണ് അവിടെ വളർന്നു വരുന്ന നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ അയക്കുക. ഇത് വഞ്ചനയല്ലേ, ചതിയല്ലേ? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എന്റെ മക്കളെ ഞാൻ ദൈനംദിനം വീട്ടിലെത്തുന്നതുകൊണ്ട് അവരോരോ സംശയം അവിടെ കിട്ടുന്ന സംശയങ്ങൾ ചോദിക്കും. സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് എന്റെ മോനും മോളും 2 പേരും വാഫിയും വഫിയയുമായെങ്കിലും വഴിതെറ്റിപ്പോയിട്ടില്ല. സമസ്തയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ ഗ്രൂപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ. പക്ഷേ ആളുകളെ വഴിതെറ്റിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്നതല്ലേ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 2 മാസം മുമ്പ് മുക്കത്തിനടുത്ത് ഞാനൊരു പരിപാടിക്ക് പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറിയപ്പോ നമ്മുടെ ഒരു പ്രവർത്തന റേഞ്ചിലെ സെക്രട്ടറിയുടെ വീട്ടിലാണ് ഭക്ഷണം. ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോ ഭക്ഷണം കഴിക്കുന്നിടത്ത് വേറെ കൂടുതൽ ആളുകളൊന്നുമില്ല. അദ്ദേഹം, ഞാനും വേറൊരു കുട്ടിയുണ്ട്. നല്ലൊരു തൊപ്പിയൊക്കെ ഇട്ട് വെള്ള ഷർട്ടും വെള്ള തുണിയൊക്കെ എടുത്തിട്ട് കുട്ടി നിൽക്കുന്നുണ്ട്. ഇതാരോ മോനാണല്ലോ. പിന്നെ ആരൊക്കെ വെച്ചാൽ ഇതന്നെ ആകെയുള്ള മോൻ ഇതാണ്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ 2 വർഷം പഠിച്ചിട്ടേ ഉള്ളൂ. 4 വർഷം പഠിച്ചത് നമ്മൾ. അപ്പൊ പഠിച്ച സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഉസ്താദ് ഞാൻ അവന്റെ പേര് വെട്ടിമാറ്റി കൊണ്ടുവന്നപ്പോ ഇവിടെ മുക്കം ദാറുസ്സലാഹിൽ ചേർത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ അവന് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എന്തേന്ന് ചോദിച്ചു. എന്നോട് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ സ്ഥാപനത്തിന് വലിയ കടാണ്, പൈസ കിട്ടുന്നില്ല. അപ്പൊ ശമ്പളം ഉസ്താദ്മാർ കൊടുക്കാൻ കഴിയണില്ല. 3 മാസം ശമ്പളം കൊടുത്തില്ല, അതുകൊണ്ട് പൈസ പിരിച്ചരണം എന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ഉപ്പ അതെങ്ങനെടാ, എന്റെ സ്ഥാപനത്തിന് കടണ്ടാണ്, അവിടെ വേറെ ഇനിയൊക്കെ വലിയ വരുമാനല്ലേ? അതല്ല, അപ്പൊ അതൊക്കെ ഈ ഷജറകളെ കുഴപ്പമാണ്. ആരുടെ ഷജറ വെച്ചു? ഞാനടെ ഷജറ. ഇങ്ങോട്ട് പോരാ. പിറ്റേന്ന് തന്നെ ആ കുട്ടിനെയും കൂട്ടി പോയിട്ട് പേര് വെട്ടിക്കൊണ്ടുവന്ന് ഞാൻ എന്റെ മോനവിടെ ചേർത്തു. ഇപ്പൊ ഷജറ പഠിപ്പിച്ചു. ഓനിപ്പോ ചിരിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ഇപ്പൊ കാര്യം മനസ്സിലായി. ഇങ്ങനെ ഈ കുരുന്ന് മക്കൾക്ക് സമസ്തയുടെ പ്രവർത്തകന്മാരല്ല ഷജറ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്. എന്താണ് ഈ ഷജറ എന്ന് അധിക്ഷേപിക്കുന്നതിന് പിന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഈ പറയുന്ന ആളുകളിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ എടുത്ത തീരുമാനങ്ങൾ 100% അംഗീകരിക്കപ്പെടണമെന്ന് പറയുന്നതല്ലേ തെറ്റ്? അതല്ലേ ചെയ്ത് ഈ പറയുന്ന വിഭാഗം. സമസ്തയെ ചോദ്യം ചെയ്യാൻ പാടില്ല, സമസ്തയുടെ 40 ആലിമ്യങ്ങൾ തീരുമാനം എടുത്താൽ നമ്മളത് അംഗീകരിക്കണം എന്ന് പറയുമ്പോ മറുവിഭാഗം പറയും 40 ആലിമ്യങ്ങൾ തീരുമാനം എടുത്താലും അത് ഇജ്മാ ഒന്നും അല്ലാതെ അംഗീകരിക്കാൻ നമുക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞു പറയും. ഇതല്ലേ വ്യത്യാസം? അല്ലാതെ എന്ത് രാഷ്ട്രീയ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്? എന്ത് വിരോധങ്ങളുള്ളത്? ആരോടാ വിരോധമുള്ളത്? ഇല്ലാത്ത കാര്യങ്ങൾ ഒരു നുണ 100 തവണ പറഞ്ഞാൽ സത്യമാകുമെന്നാണ് ഗീബൽസിയൻ സിദ്ധാന്തം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അവര് പണ്ടൊരാള് ആടിനെ വാങ്ങാൻ പോയതുപോലെ 4 കള്ളന്മാരുണ്ടായിരുന്നു. കള്ളന്മാര് അടുത്ത കാലത്തൊന്നും കവർച്ച എവിടെയും വിജയിക്കുന്നില്ല. കാരണം ആരും വീട്ടിലൊന്നും കാശില്ല, ഒക്കെ പിന്നെ മൊബൈലാണ് പൈസ. അത് കിടുത്താ കിട്ടൂലല്ലോ, ഒരു രക്ഷയില്ല. ലാസ്റ്റ് കള്ളന്മാർക്ക് വലിയ സാമ്പത്തിക പ്രശ്നം വന്നു. അവര് പ്ലാൻ ചെയ്തു. ആ പ്ലാനിങ് അനുസരിച്ച് മാർക്കറ്റിൽ പോയി. ഒരു നിഷ്കളങ്കനായ ഹാജിർ, നല്ല തലയിലൊക്കെ കെട്ടിയിട്ടുള്ള ഒരു കളറ് മുണ്ടൊക്കെ എടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ആടിനെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാണ്. എന്തോ പരിപാടി ഉണ്ട് അവിടെ. ഇവർ 4 കള്ളന്മാരും പിരിഞ്ഞുപോയി. ഇയാൾ പോകുന്ന വഴി അവർക്കറിയാം. ഫസ്റ്റ് കള്ളനെ അഭിമുഖീകരിച്ചു. അയാൾ അസ്സലാമു അലൈക്കും പറഞ്ഞു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.
അല്ലാജരെ എവിടുന്നപ്പോ ഈ പട്ടിനെ കിട്ടിയെന്ന് ചോദിച്ചു. പട്ടി ഒന്നടാ മുഖത്ത് കണ്ണില്ല, നോക്ക്, അനാവശ്യം പറയുന്നത് ആടല്ലേ. അല്ലാജരെ ഇത് പട്ടിയല്ലേ ചോദിച്ചു. ഇയാളെ കുറെ ഈ കള്ളൻ ചീത്ത പറഞ്ഞിട്ട് പോയി. രണ്ടാമത്തെ കള്ളന്റെ അടുത്ത് എത്തുകയാണ് വഴിക്ക്. ആചാര്യ എന്താ വീട്ടിൽ കള്ളന്റെ ശല്യം ഉണ്ടോ ചോദിച്ചു. എന്തേ പ്രത്യേകിച്ച് ചോദിച്ചു. അല്ല, പട്ടിനെ വാങ്ങിക്കൊണ്ടോണ്. ഇയാളും ചീത്ത പറഞ്ഞു. മൂന്നാമത്തെ ആളും നാലാമത്തെ ആളും വീണ്ടും പട്ടിനെ പറ്റി ചോദിച്ചപ്പോ ഇയാൾക്കും സംശയമായി. എന്നതിപ്പോ പട്ടിയാവില്ല, ആടാവില്ല, പട്ടിനായിരിക്കും. മൂപ്പര് വിട്ടു, ആടിനെ പിടിച്ചു കണ്ട് അവർ കൊണ്ടുപോയി. ഇതാണ് ആടിനെ പട്ടിയാക്കുന്ന സംഭവം എന്നാണ്. സത്യത്തിൽ ഇതല്ലേ നടക്കുന്നത്? നമുക്ക് ശരിക്കും ഇതിനെ കുറിച്ച് ഈ ഇരിക്കും നിങ്ങൾക്കറിയാലോ. ആർക്കെങ്കിലും ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ പറയുന്ന എല്ലാ ആശയങ്ങളും 100% അംഗീകരിക്കണം എന്ന് പറയുന്നതല്ലാതെ വേറെന്തെങ്കിലും താല്പര്യങ്ങൾ ഈ പറയുന്ന ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ഈ പറയുന്ന ആളുകൾക്ക് ആരുടെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ വിരോധമുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ വിരോധമുണ്ടോ? ഒന്നുമില്ലല്ലോ. സമസ്തയെ വേദനിപ്പിക്കുമ്പോൾ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ നമുക്ക് പ്രയാസം വരും. സമസ്തയുടെ ആശയവും ആദർശവും ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ വേദന വരും, നമ്മൾ പ്രതികരിക്കും. അത് SKS കഴിഞ്ഞ കാലങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്, SYS പ്രതികരിച്ചിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ശരിയാണ്, അത് പ്രതികരിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടതല്ലേ. ഞാൻ ഓർക്കുകയാണ് 2015 നിലവിളക്ക് കൊളുത്തൽ വിവാദം ഇവിടെ അരങ്ങേറി. നിലവിളക്ക് കൊളുത്തൽ വിവാദം എന്ന് പറഞ്ഞാല് തിരുവനന്തപുരത്ത് PN പണിക്കർ അനുസ്മരണ ചടങ്ങ് നടന്നപ്പോ മമ്മൂട്ടി എന്ന സിനിമാ നടൻ അവിടെ എന്ത് ചെയ്തു? നിലവിളക്ക് കൊളുത്തി. മന്ത്രി അബ്ദുൾ റബ്ബാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അടുത്ത നിലവിളക്ക് കൊളുത്തേണ്ടത്. അത് നിലവിളക്ക് കൊളുത്താതെ മാറി നിന്നു. അത് ഭയങ്കര വിവാദം. മമ്മൂട്ടി ഞാനും മുസ്ലിമാണ്, ഞാൻ നിലവിളക്ക് കൊളുത്തിയില്ലേ, പിന്നെ എന്താ അതിന് പ്രശ്നം? ഞാൻ നിസ്കരിക്കുന്ന ആളാ, നോമ്പെടുക്കുന്ന ആളാന്ന് വലിയ ചർച്ചയായി. അത് ചാനലുകൾ ഏറ്റുപിടിച്ചു. ലാസ്റ്റ് മുസ്ലിം രാഷ്ട്രീയ രംഗത്തെ നേതാക്കന്മാർ തന്നെ രണ്ട് ചേരിയായി. നിലവിളക്ക് കൊളുത്ത് തെറ്റില്ല എന്നും നിലവിളക്ക് കൊളുത്ത് ശരിയാണ് എന്നും. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് മതപരമായ ഒരു കാര്യത്തെ ചോദ്യം ചെയ്താൽ വല്ലാതെ മുസ്ലിങ്ങൾക്ക് സ്വാധീനം ചെലുത്തൂല. അതെന്തായാലും മാർക്സിസ്റ്റുകാരുടെ വിശ്വാസമൊക്കെ എങ്ങനെയാണ് ധാരണ മുസ്ലിങ്ങൾക്കുണ്ട്. മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഒരു ഇസ്ലാമിക ശരീഅത്തിന് എതിരായ കാര്യം ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അതിനൊപ്പം നിൽക്കും. അത് ഗുരുതരമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിഷയമാണ്. ഇങ്ങനെ രണ്ട് വിഭാഗമായി ചില MLA-മാർ നിലവിളക്ക് കൊളുത്താമെന്നും ചില MLA-മാർ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ലെന്നും വലിയ തർക്കങ്ങളായി. ചില മന്ത്രിമാർ പോലും ഇടപെട്ടു. അവസാനം ആ ഘട്ടത്തിൽ അന്നത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ അധ്യക്ഷൻ മഹാനായ ആനക്കര C കോയക്കുട്ടി മുസ്ലിയാർ അവർകളാണ്. നവറുല്ലാഹു മർഖദ അദ്ദേഹത്തിന് ദറജ ഉയർത്തി കൊടുക്കുമാകട്ടെ. വലിയ സൂഫി വരൻ. അന്നത്തെ ജനറൽ സെക്രട്ടറി സൈനുലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളാണ്. നവറുല്ലാഹു മർഖദഹു അവിടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരു വല്ലാത്ത പണ്ഡിതന്മാരും നേതാക്കന്മാരും നയപരമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളും അവരൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട അനുഭവങ്ങളുണ്ട്. അവർ രണ്ടുപേരും അവിടെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി. നിലവിളക്ക് കൊടുത്തൽ അന്യമതസ്ഥരുടെ പ്രത്യേക ആചാരമാകയാൽ അത് മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന പത്രപ്രസ്താവന കൊടുത്തു. തുടർന്ന് സുപ്രഭാത ദിനപത്രത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോട്ടുമല ബാപ്പ് മുസ്ലിം ലേഖനം എഴുതി മതപരമായ നിലപാട് വിശദീകരിച്ചുകൊണ്ട്. തുടർന്ന് അന്ന് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവർകളാണ്. നവറല്ലാഹു മർഖദഹു ഒരു വലിയ മഹാത്മാവായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചുകൂടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. നിലവിളക്ക് കൊളുത്താൻ പാടില്ലെന്ന മുസ്ലിം ലീഗിന്റെ പഴയകാല സമീപനം ഇനിയും തുടരുമെന്ന് പറഞ്ഞ് ഔദ്യോഗിക പ്രഖ്യാപനം ആ വിഷയം അവസാനിപ്പിച്ചു. ഞാൻ സൂചിപ്പിച്ചത് മതപരമായ ഒരു കാര്യത്തിൽ വഴിതെറ്റിക്കുന്ന അഭിപ്രായ പ്രകടനം മുസ്ലിം നേതാക്കന്മാർ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും SKS പ്രതികരിച്ചിട്ടുണ്ട്, SYS പ്രതികരിച്ചിട്ടുണ്ട്, സമസ്ത പ്രതികരിച്ചിട്ടുണ്ട്. അത് പാർട്ടിയോടുള്ള എതിർപ്പല്ല, MLA-യോടുള്ള എതിർപ്പല്ല, രാഷ്ട്രീയ നേതാക്കന്മാരുടെ എതിർപ്പല്ല. മതപരമായ വിഷയം വരുമ്പോൾ തിരുത്തേണ്ടടുത്ത് തിരുത്തിയിട്ടില്ലെങ്കിൽ അത് മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിക്കാൻ ഇടയാക്കുമെന്നതുകൊണ്ടാണ്. അതല്ലാതെ ഈ പറയുന്ന ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ആളുകൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ സമസ്ത ഇവിടെ നിലനിൽക്കണം. സമസ്തയാണ് പ്രധാനം, ദീനാണ് പ്രധാനം. മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ, മുസ്ലിങ്ങളുടെ അവകാശാധികാരങ്ങൾ സംരക്ഷിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതിന് യഥാർത്ഥ മുസ്ലിങ്ങളുടെ നിലനിൽക്കണം.
വഴിതെറ്റിപ്പോകുമ്പോൾ അവിടെ ചൂണ്ടിക്കാണിക്കാൻ ഈ സമസ്തയുടെ ആലിമ്യങ്ങൾക്ക് സാധിക്കും. സമസ്ത ആലിമ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ടതാണ്. അതല്ലേ സമസ്തയുടെ പ്രത്യേകത. അതുകൊണ്ടല്ലേ കേരളീയ മുസ്ലിം സമൂഹം വഴിതെറ്റിപ്പോകാത്തത്. വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ മുസ്ലിം സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം, ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തല്ല, വല്ലാതെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ആണും പെണ്ണും കൂടി ഇരിക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും പാട്ട് പാടുകയും അതൊരു തെറ്റല്ലാത്ത കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഅറൂഫ് മുങ്കർ മഅറൂഫാവുന്ന കാലഘട്ടം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം ഘട്ടങ്ങളൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അതത് സമയത്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാർ ഇത്തരം പൊതുവിഷയങ്ങളാവുമ്പോൾ അത് ഇടപെട്ടിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ അംഗീകാരം കിട്ടുന്ന സാഹചര്യം വരുമ്പോൾ ഇടപെട്ടിട്ടുണ്ട്. ഇതല്ലാതെ ദീനിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കണം, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണമെന്ന സമീപനം സമസ്ത കേരള ജംഇയ്യത്തുൽ സ്വീകരിച്ച് മുസ്ലിങ്ങളെ ആ വരച്ച വരയിൽ പൂർവികമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനക്രമങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന കണിശമായ നിലപാട് സമസ്ത സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് സമസ്തയുടെ പ്രത്യേകത. അതിന്റെ പുല്ലിൽ പാറ പോലെ ഉറച്ചു നിൽക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ സമസ്തയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ. അങ്ങനെ വിഭാഗം വേണ്ടേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിറൽ ഹഖ്, ഒരു വിഭാഗം എന്തായാലും സത്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പാർട്ടി വേണമല്ലോ. നമുക്ക് എതിർ നിൽക്കുന്ന ആളുകൾ എന്താ പറയുന്നത്? എന്താ ഇപ്പൊ മുജാഹിദിന്റെ പരിപാടിയിൽ കൂടിയാൽ പബ്ലിക്കാർ പ്രസംഗിക്കുന്നതല്ലേ ഉള്ളൂ. എന്താ ഇപ്പൊ ജമാഅത്തുകളുടെ ഈ കാലത്ത് അതൊക്കെ ആവശ്യമല്ലേ? എന്താ ഇപ്പൊ ജമാഅത്തുകളുടെ പരിപാടിയിൽ പങ്കെടുത്താൽ എന്താ അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നാൽ നമ്മൾ നമ്മുടെ ആദർശമല്ലേ പറയാ? സഹോദരന്മാരെ, ഈ ഒരു ലൈൻ സമസ്ത അംഗീകരിച്ചിട്ടില്ല. സമസ്ത കഷ്ടപ്പെട്ടുണ്ടാക്കിയ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ കാർക്കശ്യം സ്വീകരിച്ചുകൊണ്ടല്ലേ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിക്കുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ സംവിധാനത്തിൽ രൂപകൽപ്പന നൽകിയത്. സമസ്ത എന്തിനെ സ്ഥാപിച്ചത്? എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കാനാണോ? മദ്രസ ഉണ്ടാക്കാനാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കാനാണോ? ഒന്നുമല്ല. സമസ്ത അടിസ്ഥാനപരമായി സ്ഥാപിച്ചത് ബിദ്അത്തിനെ എതിർത്ത് സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. അതിന്റെ പിന്നീടുണ്ടായ പ്രൊഡക്റ്റുകളാണ് മദ്രസ പ്രസ്ഥാനവും എഞ്ചിനീയറിംഗ് കോളേജും ഭൗതിക കലാലയങ്ങളും സമന്വയ സ്ഥാപനങ്ങളും അറബി കോളേജൊക്കെ പിന്നെ ജാമിഅ നൂരിയ പോലും പിന്നുണ്ടായതാ. അതൊക്കെ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി പിന്നെ സ്ഥാപിക്കപ്പെട്ടതാ. അടിസ്ഥാനപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിക്കപ്പെട്ടതും സ്ഥാപിക്കപ്പെട്ടതും നിലനിർത്തിയതും ബിദ്അത്തിനെതിരെ പോരാട്ടം നടത്തി സുന്നത്ത് ജമാഅത്തെ നിലനിർത്താനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായിട്ടാണ്. നമ്മുടെ പൂർവികർ എത്ര കഷ്ടപ്പെട്ടതിന്റെ പേരിൽ മഹാനായ ശംസുലമ ഇ കെ ഉസ്താദ്, മഹാനായ റഈസ് മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, മഹാനായ പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ തുടങ്ങി ആ നിരയിലുള്ള പണ്ഡിതന്മാർ അവരൊക്കെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയ മൗലാന അബ്ദുൽ ബാരി വാളക്കുളം ഉൾപ്പെടെയുള്ള ആ ഗണത്തിൽപ്പെട്ട പൂർവികരായ പണ്ഡിതന്മാർ എന്തുമാത്രം കഠിനമായ യത്നം നടത്തിയാണ് സുന്നത്ത് ജമാഅത്തെ നിലനിർത്തിയത്. ബിദഅത്തുകാരുമായി അകലം പതിച്ച് അവരുമായി ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അകറ്റി നിർത്തി ഈ മാർഗത്തിൽ ഉറപ്പിച്ചിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള യത്നം നടത്തി മുന്നോട്ട് പോകുമ്പോൾ സമസ്ത ഇന്നും ആ പാതയിൽ മുന്നോട്ട് ഗമിക്കുമ്പോൾ അങ്ങനെ അത് വേണ്ട, കുറച്ചൊരു വിട്ടുവീഴ്ച വേണം ബിദഅഈ പ്രസ്ഥാനങ്ങളോട് എന്ന ലൈൻ സ്വീകരിക്കുമ്പോൾ അത്തരം ആളുകളുമായി കോംപ്രമൈസ് ആകാൻ സമസ്തക്ക് സാധിക്കുന്നില്ല എന്നതാണ് പ്രശ്നത്തിന് മർമ്മം. അല്ല, രാഷ്ട്രീയമായി ഇത് കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല, മറ്റു പാർട്ടികളുമായും കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. പാണക്കാട് സയ്യിദുമാരുമായി വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സയ്യിദുമാരുമായി യാതൊരു പ്രശ്നവും സമസ്തക്കോ സമസ്തയുടെ പ്രവർത്തകന്മാർക്കോ ഇല്ലെന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന ബഹുമാന്യരായ തങ്ങന്മാരായിരിക്കും പാണക്കാട് സയ്യിദുമാരായിരിക്കും. കാരണം ആ നിരക്കുള്ള മഹാത്മാക്കൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ വലിയ വലിയ ആളുകൾ, വലിയ വലിയ മഹാന്മാർ. ഞാൻ യാദൃശ്ചികമായി ഓർക്കുകയാണ്, ഒരു 2-3 വർഷം മുമ്പ് എന്റെ നാട്ടിന്റെ തൊട്ടടുത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് പെവുന്തറ എന്ന് പറയും, അവിടെ എന്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു പോയി, ഉമ്മർ എന്ന് പറയും. ഈ ഉമ്മറിന്റെ വാപ്പയ്ക്ക് പാണക്കാട് നല്ല ബന്ധം എനിക്കറിയാം. ഇദ്ദേഹത്തിന്റെ വാപ്പ സുഖല്ലാതെ കിടക്കുന്ന സമയത്ത് പാണക്കാട് സെയ്ദ് മുഹമ്മദ് ശിഹാബ് കാണാൻ വന്നിരുന്നു, നവറുല്ലാഹു മർഖദ. കാരണം അത്ര വലിയ അടുപ്പാണ് ആ കുടുംബമായിട്ട് എനിക്കറിയാം. കാരണം ഇവര് വേങ്ങര ഭാഗത്ത് താമസിക്കുന്നവരാ. അതിൽ ഈ ഉമ്മർ മരിച്ചപ്പോ, ഉമ്മർ ചെറുപ്പക്കാരനാണ്, മയ്യിതെടുക്കാൻ പോയി നമ്മളിങ്ങനെ ഇരിക്കുമല്ലോ, വെയിറ്റ് ചെയ്യുമല്ലോ. ആ സമയത്ത് ഒരു കുട്ടി കരഞ്ഞിങ്ങനെ അതിൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ സുഹൃത്ത് ഹംസദാരിമി ഏകദേശം എന്റെ തൊട്ടടുത്ത വീടാണ്. ഹംസദാരി പറഞ്ഞു, ഫൈസിങ്ങൾക്ക് ഈ കുട്ടിനെ അറിയോ ചോദിച്ചു. ഇല്ലായിരുന്നു. ഉമ്മറുടെ കുട്ടിയാ, അമ്മറുടെ കുട്ടിയാണ്, മരിച്ചു കിടക്കുന്ന ഉമ്മറുടെ കുട്ടിയാ. അതിന്റെ പിന്നെ ഒരു ചരിത്രം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ചരിത്രം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു,
ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അമേരിക്കയിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വിശ്രമിക്കുന്ന സമയം ഉമ്മർ എന്നോട് പറഞ്ഞു, ദാരിമിങ്ങൾ പാണക്കാട് തങ്ങളെ കാണാൻ പോരുന്നുണ്ടോ ചോദിച്ചു. തങ്ങളെ കാണാൻ പറ്റില്ലെന്നല്ല പത്രത്തിലുള്ളത്, അത് പ്രശ്നമാക്കണ്ട, ഞാൻ ചെന്നാൽ കാണാൻ പറ്റും, നിങ്ങൾ പോരുന്നുണ്ടോ ചോദിച്ചു. ആ പോരാൻ പറ്റുകയാണ് ഞാൻ വരാറ്. ഞാൻ പോകുന്നത് എന്റെ കുട്ടിക്കൊരു പേരിടാനാണ്. ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് പേര് നല്ലത് തെരഞ്ഞെടുത്ത് വെക്കണം, എന്നിട്ട് നമുക്ക് തങ്ങളത്ത് കൊണ്ടുപോയി ഉറപ്പിക്കാം. അങ്ങനെ അംസാരി പേരുകൾ 4-5 പേരുകൾ തെരഞ്ഞെടുത്ത് കണ്ടെത്തി ഒരു കടലാസിൽ എഴുതി വെച്ചു. അങ്ങനെ നേരെ ഞങ്ങൾ 2 പേരും പോയി. ഉമർ അവിടെ എത്തുമ്പോ 2 പേരും എത്തുമ്പോ വരാന്തയിൽ മുനവ്വർ ഷിഹാബ് തങ്ങളുള്ളത്. തങ്ങൾ ചോദിച്ചാൽ ഉമർ എന്താണ്, പിന്നെ എപ്പാനെ കാണുന്നു ചോദിച്ചു. അപ്പൊ അടുത്ത ബന്ധാണ് അവർ മനസ്സിലാകുന്നുണ്ട്. അതെ കാണണം തന്നു. കൂട്ടാൾക്കും കാണാൻ വെച്ചു. ആ കൂട്ടാൾക്കും കാണാൻ തന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഉള്ളിലേക്ക് വിട്ടു. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ട് KPA മജീദ് സാഹിബും ET മുഹമ്മദ് ബഷീർ സാഹിബും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ കുറെ ചീത്ത പറഞ്ഞു. നിങ്ങൾക്കല്ല തങ്ങളെ കാണാൻ പോകാൻ പാടില്ല, ആരെങ്കിലും തങ്ങൾ ഉള്ളിൽ കടത്തി വിട്ടാറിട്ട് ഞങ്ങളൊന്നും മിണ്ടാതിരുന്നു. അവർ പോയി. ഞങ്ങൾ നേരെ ചെന്നു. തങ്ങൾ കിടക്കുകയാണ്. തങ്ങൾ കണ്ടേക്ക് ഉമ്മറിനോട് ചാന്തമ്മറെ ഭാര്യ പ്രസവിച്ചു ചോദിച്ചു. ആ പ്രസവിച്ചു പറഞ്ഞു. ഇനി എന്താ കുട്ടിക്ക് പേരുണ്ടോ ചോദിച്ചു. ആ പേരുണ്ടെന്ന് പറഞ്ഞു. കാരണം അതൊക്കെ അവരെ പതിവായിരിക്കും. നേരത്തെ വേണമെങ്കിൽ അവരെ ചികിത്സ നടത്തിയിട്ടുണ്ടാവും തങ്ങളെടുത്തുനിന്ന്. പേരെഴുതി കൊടുക്കണോ ചോദിച്ചു. ആ കൊണ്ടുവന്നിട്ട് പറഞ്ഞു. വായിക്കാൻ പറഞ്ഞു. ദാരിമി ആ പേരുകളൊക്കെ വായിച്ചു കൊടുത്തു. തങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്താ അഹമ്മദ് റസീ എന്ന പേര് ഉമ്മറിന്റെ കുട്ടിക്ക് പറ്റൂലേ എന്ന് ചോദിച്ചു. അഹമ്മദ് റസീ എന്ന് പറയുമ്പോ ഞെട്ടിത്തെരിച്ചു. ഈ 5 പേരിൽ പെട്ടതല്ലാതെ അംസദാരി പറയാണ്, ഞാൻ പേരുകൾ ഇങ്ങനെ തെരഞ്ഞ കൂട്ടത്തിൽ എനിക്ക് കൗതുകമുള്ള ഒരു പേരായി തോന്നി അഹമ്മദ് റസീൻ ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ പുസ്തകത്തിൽ എഴുതി മാറ്റി വെച്ചു. എനിക്കൊരു ആൺകുട്ടി അടുത്തുണ്ടാവും, അതിന് ആ പേരുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ 5 പേരാണ് ഞാൻ കൊണ്ടുപോയത്. ബഹുമാനപ്പെട്ട തങ്ങൾ ചോദിച്ചത് അഹമ്മദ് റസീൻ എന്ന പേര് ഉമ്മറിന് പറ്റൂല, ഉമ്മറിന്റെ കുട്ടിക്ക് പറ്റൂല ചോദിച്ചു. പറ്റും തങ്ങളെ പറ്റും എന്നാണ് പറഞ്ഞു. എന്നാ ഞാൻ അവനെ അഹമ്മദ് റസീൻ പേരിട്ടിരിക്കുന്നു പറഞ്ഞു. ആ കുട്ടിയാണ് ഈ കുട്ടിയാണ്, ഈ കരഞ്ഞടക്കുന്ന കുട്ടിയാണ്. അപ്പൊ ആ തരത്തിലുള്ള മഹാത്മാക്കൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, നമ്മുടെ സാദാത്തുക്കളിൽ വലിയ വലിയ മഹാന്മാർ, മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ, അവരൊക്കെ വലിയ മഹാത്മാക്കൾ, കറാമത്തുള്ള ആളുകളായിരുന്നു. അങ്ങനത്തെ ആളുകളെ എങ്ങനെ നമുക്ക് ആദരിക്കാതിരിക്കാൻ കഴിയാ? നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളുകളല്ല. ആ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര മനസ്സിൽ കുടിയേറിയ കുടുംബമാണ്. സത്യത്തിൽ അവരോടുള്ള വിരോധമാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലാണ് ബോധ്യപ്പെടുത്താൻ സാധിക്കുക? പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് അതേപടി മുന്നോട്ട് പോകണം. ഇസ്ലാമിനെ കേരളത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മികച്ച ഇസ്ലാമിക രീതിയുള്ള, ഇസ്ലാമിക വിശ്വാസം നിലനിൽക്കുന്ന, ഇസ്ലാമിക ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്ന, അതിൽ കണിശത കാണിക്കുന്ന ഈ കേരളത്തിലെ സ്വഭാവത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ദുർബലപ്പെടുത്താനും അതിന്റെ ആശയത്തിൽ മാറ്റം വരുത്താനും കിണഞ്ഞ് ശ്രമിക്കുന്ന നമ്മുടെ പ്രതിയോഗികളുടെ ചതിയിൽ അകപ്പെടരുത്. സമസ്തയുടെ ലൈൻ ഇവിടെ നിലനിൽക്കണമെന്ന കണിശമായ നിലപാട് നമ്മൾ സ്വീകരിക്കുന്നു എന്നല്ലാതെ വേറൊരു തെറ്റും നമ്മളെടുത്തില്ല. നമ്മൾ ഈ മാർഗത്തിൽ തുടരണം. തീർച്ചയായും ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച, എന്തൊക്കെ വിഷയത്തിൽ കോംപ്രമൈസിൽ പോയാലും ശരി, സമസ്തയുടെ പ്രഖ്യാപന നിലപാട്. സമസ്ത സ്ഥാപിച്ചത് അങ്ങനെ സാധാരണക്കാരൊന്നുമല്ലോ. നമുക്ക് സംശയമില്ലാത്ത പൊട്ടച്ചറ അൻവി അറബി കോളേജ് സ്ഥാപിച്ചു. ആ സംവിധാനം പിഴവാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം സ്ഥാപിച്ച അമ്മാതിരി ആളുകളാണ്. ഇതേപോലെ സമസ്ത സ്ഥാപിച്ചത് വലിയ മഹാത്മാക്കളല്ലേ, വലിയ വലിയ മഹാത്മാക്കൾ. സയ്യിദ് വരക്കൽ ബാലവി തങ്ങൾ, അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ എന്ന് പറഞ്ഞാല് അദ്ദേഹം തൊട്ട് വൈസ് പ്രസിഡന്റായ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സ്വഹാബി പ്രമുഖന്മാരെ പരമ്പരയിൽപ്പെട്ട കൃത്യമായ സിൽസിലുള്ള ആളുകളാണ്. അങ്ങനത്തെ വലിയ മഹാത്മാക്കൾ സ്ഥാപിച്ച ഒരു സംഘടന ഒറ്റയടിക്ക് അവരൊന്നും സ്ഥാപിക്കൂല. അവർക്കൊക്കെ ശരിക്കും ഇസ്തിഹാറത്തൊക്കെ നടത്തി അള്ളാഹുവിന്റെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് സ്ഥാപിച്ച സംഘടന. അതുകൊണ്ടാണ് ഈ ബർക്കത്ത്. സമസ്തയെ പോലെ ബർക്കത്തുള്ള സംഘടനകൾ വേറെ കണ്ടിട്ടുണ്ടോ? മുജാഹിദ് അടിച്ച് പിരിഞ്ഞു, ചിഹ്ന ഭിന്നമായി. ജമാഅത്ത് ഇസ്ലാമി ആശയമൊക്കെ മാറ്റിവെച്ചു. ഇന്ത്യയിൽ നിലനിൽക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തിച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ശിർക്കാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് മാത്രം ജമാഅത്ത് ഇസ്ലാമി വന്നത്. അതേ ജമാഅത്ത് ഇസ്ലാമി അതേ രാഷ്ട്രീയ പാർട്ടിയിൽ രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാഗഭാക്കാകാൻ, പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി ശിർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. സമസ്തയും അതിന്റെ ആശയവും ഒരു മാറ്റമല്ലല്ലോ. എന്താണോ പാരമ്പര്യമായ ഒന്നുപോലും വെട്ടിമാറ്റാതെ ഒരു വീട്ടിലൊരു മുസ്ലിം മരിച്ചാൽ അവിടെ എന്തൊക്കെ നടക്കണം നമ്മൾ പൗരാണികമായി ആചരിച്ചു വരുന്ന രീതി ഉണ്ട്. നമ്മൾ എതിരെ യാത്ര ചെയ്യുകയാണെങ്കിലും മഗ്‌രിബ് നിസ്കാരത്തിന് ഒരു പള്ളിയിൽ കയറിയാൽ, എത്ര ദൂരെ പോയാലും കേരളത്തിൽ പോയാലും
ഇറങ്ങുമ്പോ കുറച്ച് പായസം കിട്ടും. അപ്പൊ എന്താ കുടിച്ചു നോക്കുമ്പോ അതെന്താ, ഇന്ന ആള് മരിച്ചിട്ടുണ്ട്, 7 വരെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും, ആ പള്ളിയിൽ നിന്നൊരു ദുഴയുണ്ടാകും, അതിനു വേണ്ടിയാണ്. ഇതൊക്കെ പഴയ പൗരാണിക കാലത്ത് നിലനിൽക്കുന്ന കിതാബിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലഘട്ടം മുതലുണ്ട്. ഇന്നൽ മയ്യിത്ത യുഫ്തതു ഫീ ഖബറിഹി സബ്അൻ, ഒരു മരിച്ച മയ്യിത്ത് ഖബറിൽ ആദ്യത്തെ 7 ദിവസം ഫിത്നയാക്കപ്പെടും. അത് ഫിത്നന്റെ ഘട്ട. പല അഭിപ്രായമുണ്ട്. മുൻകർ നക്കീറിന്റെ ചോദ്യം 1 മിനിറ്റോട് 10 മിനിറ്റോട് ഇല്ല, ആ പ്രക്രിയയാണോ എന്നും അഭിപ്രായമുണ്ട്. എന്തായാലും ഫിത്ന കാലഘട്ടം ആദ്യത്തെ 7 ദിവസം, അപ്പൊ 7 വരെ പ്രധാന. വലുതാലിക്കാനു യസ്തഹിബൂന യുതഅമ അൻഹു ഫീ തിൽക്കൽ അയ്യാം. അതുകൊണ്ട് 7 ദിവസവും മരിച്ചവരുടെ അന്നദാനം നടത്തി പ്രാർത്ഥന നടത്താറുള്ളത് സ്വഹാബത്ത് മുതലുള്ള പാരമ്പര്യമാണെന്ന് നമ്മുടെ ഫത്ഹുൽ ഈ ഫത്താവുൽ കുബ്ര ഉൾപ്പെടെ അൽ ഹാവിൽ ഇമാം സുയൂത്തി പോലുള്ള കിതാബുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ അതേപടി കണിശമാണ്, അവിടെ മാറ്റമില്ല. അതിപ്പോ എന്താ ഒരു പായസം കൊടുത്തില്ല, എന്താ ഒരു ദുആ ചെയ്തില്ലെങ്കിൽ അത് പറ്റൂല, അത് അതേപടി നിലനിൽക്കണം. കൈ എന്താ കുറച്ച് അങ്ങോട്ടോ കേട്ടോ, അതിന്റെ അവർക്ക് അല്ലല്ല, കൈ അങ്ങനെ തന്നെ കെട്ടണം. എന്താണോ സ്വഹാബത്ത് ദീനായി പഠിപ്പിച്ചത് അത് അതേപടി നിലനിൽക്കുന്ന കണിശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇസ്തിഗാസയായാലും തവസ്സുലായാലും തബറുക്കായാലും ഒരു ചില കാര്യം ഇസ്തിഗാസിന് ഉൾക്കൊള്ളാൻ പറ്റും, അത് പഠിച്ചവിടെത്തുമ്പോ പറ്റും. എന്താണ് ഇസ്തിഗാസ, അതിന്റെ മർമ്മം മനസ്സിലാക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നമല്ല. മഹാന്മാരായ ഉലമാക്കൾ, സൂഫിയാക്കൾ, ആലിമീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാദാത്തുക്കൾ അവർ പഠിപ്പിച്ചു തന്ന ഈ ഒരു പാരമ്പര്യ രീതി ഉണ്ടല്ലോ, അതിൽ ഒരു തെറ്റുമില്ല. ഇന്നിപ്പോ യൂട്യൂബ് ലഭ്യമാണല്ലോ. ലോകത്ത് ഇസ്തിഗാസയെ കുറിച്ച് സെർച്ച് ചെയ്താൽ ലോകത്തെ പ്രമുഖ പണ്ഡിതന്മാർ പറഞ്ഞ എത്ര നല്ല പഠനാർഹമായ വീഡിയോകൾ നമുക്ക് ലഭ്യമാണ്. അടിസ്ഥാനപരമായി ലോകത്ത് ഭൂരിപക്ഷം വരുന്ന പ്രാമാണികമായി അംഗീകരിച്ചു വരുന്ന ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം കേരളത്തിൽ അതേപടി നിലനിൽക്കണം, അതിൽ വിട്ടുവീഴ്ചയും പറ്റില്ല എന്ന കടുത്ത നിലപാടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ വിട്ടുവീഴ്ചക്കും സമസ്ത തയ്യാറില്ല. തീവ്രവാദം സമസ്ത അംഗീകരിക്കും, സമസ്തന്റെ ലൈൻ ശരിയാ. കേരളത്തിൽ തീവ്രവാദ ചിന്തകൾ തുടങ്ങിയപ്പോൾ തന്നെ ശംസുയുടെ കാലഘട്ടത്തിൽ തീവ്രവാദത്തെ അറുത്തുമാറ്റിയല്ലോ മുസ്ലിം തീവ്രവാദം. സമസ്ത കൂട്ടു നിൽക്കൂല. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവും അതുപോലെ ഇഖ്വാൻ മുസ്ലിമിന്റെ ആശയം തീവ്രവാദത്തിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാമിക ഭരണകൂടം നിലനിർത്താൻ വേണ്ടി, അത് സ്ഥാപിക്കാൻ വേണ്ടി എന്തും ചെയ്യണമെന്ന ഒരു കാഴ്ചപ്പാട്, യഥഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ദൈവിക ഭരണമേ അംഗീകരിക്കാൻ കഴിയൂ എന്ന കാഴ്ചപ്പാട് ഒരു നിലക്കും സമസ്ത അംഗീകരിക്കുന്ന സമസ്തന്റെ കറക്റ്റ് പൂർവികമായ റൂട്ടാണ്. അത് നിലനിൽക്കാൻ വേണ്ടി ഏത് ഘട്ടത്തിലും നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ വരക്കൽ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ ചില പ്രയാസങ്ങൾക്ക് നേരിടേണ്ടി വരും. പക്ഷേ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹു നിശ്ചയിച്ചൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ അനുസരിച്ച് ദീൻ അതിന്റെ യഥാവിധി ഇവിടെ നിലനിൽക്കാനുള്ള സംവിധാനം അള്ളാഹു ഉണ്ടാക്കും. പലപ്പോഴും ഒരു ഖുർആൻ ഓതാറുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആൻ, ഈ പരിശുദ്ധമായ ദീൻ സംവിധാനം അള്ളാഹുവിന്റേതാണ്. അത് നിലനിർത്തേണ്ടത് അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളതിന് ഉപകരണങ്ങളായി പ്രവർത്തിച്ചാൽ മതി, അള്ളാഹു ബാക്കി കാത്തു സൂക്ഷിക്കും. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ല് കൊണ്ട് നമ്മൾ ഈ പോകുന്ന പാത നമ്മൾ ആരും കുറ്റം പറയാൻ വേണ്ട. വെറുതെ ജിഫ്രി തങ്ങളെ കുറ്റം പറഞ്ഞ എത്ര ആളുകളുണ്ട്. നമ്മൾ ഒരു തങ്ങളും കുറ്റം പറയണ്ട. പാണക്കാട് തങ്ങന്മാരെ കുറ്റം പറയാൻ നമ്മളില്ല. നമ്മൾ ഒരു പ്രവർത്തകരും കുറ്റം പറയരുത്. മഹാന്മാരായ ഒരു ആലിമികളെയും സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതന്മാരെയും നമ്മൾ കുറ്റം പറയരുത്. സാദാത്തുക്കളെ കുറ്റം പറയരുത്. അത് ഏത് സാധാരണക്കാരായ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട നബി കുടുംബമാണ്, അവരെ നമ്മൾ കുറ്റം പറയരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കുറ്റം ഇങ്ങോട്ട് പറയുന്ന ആളുകൾ പറയട്ടെ, നമ്മളത് പരിഗണിക്കേണ്ട. അത് അവരും അവരല്ലായിരിക്കണം, അവരെന്നെ ജീവിതത്തിൽ അനുഭവിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട. നമ്മൾ എന്തായിരുന്നാലും നമുക്ക് ഈ ഒരൊറ്റ നിയ്യത്ത്, അല്ലാഹുവേ നിന്റെ ദീൻ യഥാവിധി നിലനിൽക്കണം. അന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങളും മഹാന്മാരായ സാദാത്തുക്കളും ഉലമാക്കളും കഠിനാധ്വാനം ചെയ്ത് സ്ഥാപിച്ച ഈ സുന്നത്ത് ജമാഅത്തിനെ കഴിഞ്ഞ കാലങ്ങൾ അതിശക്തമായി എതിർക്കാൻ മുജാഹിദും ജമാഅത്തും ഒരുമിച്ച് കൈകോർത്തിട്ടും ഒന്നും സാധിക്കാതെ അവർ തകർന്ന് തരിപ്പണമായി പോയി എന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിന് പോർലും ഏറ്റിട്ടില്ല. ആ നിലക്ക് വളർത്തിക്കൊണ്ടുവന്ന ഈ സംവിധാനത്തിന് അതേപടി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനൊപ്പം ഞങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന വിശ്വാസവുമായി ചിന്താഗതിയുമായി സമസ്തയുടെ പിന്നെ നമുക്ക് അടിയുറച്ചു നിൽക്കാം. സമസ്തക്ക് കരുത്ത് പകരാൻ വരുന്ന എല്ലാ സ്ഥാപനവും കൈയായി സഹായിക്കണം. സമസ്തയുടെ എല്ലാ സംവിധാനവും സർവാത്മന സഹകരിക്കണം. സമസ്തയുടെ ഫണ്ട്, തഹിയ ഫണ്ട് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായതൊക്കെ ചെയ്യണം. 100ാം വാർഷികം ചരിത്രത്തിലെ മഹാസംഭവമായിരിക്കും. എന്തായാലും അതിലൊക്കെ പങ്കാളിയാകാൻ സാധിക്കാറ് അത് തൗഫീഖ് എന്ന് പറയും. തൗഫീഖ് എന്ന് ഖൽഖുൽ ഖുദ്റത്തി അറത്താണ്. നല്ല കാര്യം ചെയ്യാൻ അള്ളാഹു ഒരു ആ കഴിവ് സൃഷ്ടിച്ചു തരിക. എത്ര നല്ല സൗകര്യം നമുക്ക്. നമ്മൾ സമസ്തന്റെ ഒപ്പം
ആ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുക. അതിന് വാഹനങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തൗഫീഖ. അതിനോട് സഹകരിക്കാതെ മാറി നിൽക്കാൻ ഒരു ദൗർഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് യഥാവിധം പൂർവികർ കാത്തു സൂക്ഷിച്ചതുപോലെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മുടെ കുഞ്ഞു മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വരും തലമുറയെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിനെയും സമസ്തയും സ്നേഹിക്കുന്ന സകലമായ ആളുകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നേതാക്കന്മാർക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാനുള്ള തൗഫീഖ്